ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സിന് ഇപ്പോൾ GST ഓഫീസർമാർ ഓഡിറ്റ് നടത്തി നികുതി, പിഴ, പലിശ എന്നിവ മുൻ കാലഘട്ടത്തിൽ തുടങ്ങി അടയ്ക്കുവാൻ പറയുന്നു. കോൺട്രാക്ട് തുക ലഭിക്കാതെ ഇവർ ബുദ്ധിമുട്ടിലാണ്. ഇതിനെന്താണ് പരിഹാരം? ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സിന് ഇപ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടാണ് നിങ്ങൾ പറഞ്ഞത്. ബില്ലിങ്ങിനെ കുറിച്ച് ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് വർക്ക്സ് കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം അത് സപ്ലൈ ഓഫ് സർവീസാണ്. കേരള വാട്ടർ അതോറിറ്റി, അതുപോലെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, PWD, പിന്നെ ശബരിമല, ഇങ്ങനെ പല ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിലും വർക്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ കോൺട്രാക്ടേഴ്സിന് ഇൻവോയ്സ് റേസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനുണ്ട്. പറ്റാത്ത സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, പൈസ റെഡി ആകുമ്പോൾ അല്ലെങ്കിൽ എമൗണ്ട് സാങ്ഷനായി വന്നു കഴിയുമ്പോൾ മാത്രമാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് കോൺട്രാക്ടേഴ്സിനോട് പറയും താൻ ബില്ല് റൈസ് ചെയ്തോളാൻ പറയും. അപ്പോൾ ഇതിലുള്ളൊരു ബുദ്ധിമുട്ട് GST നിയമവും ഇതും കൂടെ വരുമ്പോൾ ഒരു ക്ലാഷ് വന്നിരിക്കുക. അതിന് എക്സ്പ്ലെയിൻ ചെയ്യാം. GST നിയമത്തിൽ പറയുന്നത് ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ സപ്ലൈ ഓഫ് സർവീസ് കഴിഞ്ഞിട്ട് 30 ദിവസത്തിനകം നമ്മൾ ഇൻവോയ്സ് റൈസ് ചെയ്യണം. പക്ഷെ പല കോൺട്രാക്ടേഴ്സിനും വർക്ക് കഴിഞ്ഞു, അതിനുശേഷം അവർ വന്ന ബുക്കിൽ അത് മെഷർമെൻ്റ് എല്ലാം എടുത്ത് 6 മാസം എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും മെഷർമെൻറ്റ് നടക്കുന്നതും സർക്കാരിൻ്റെ പോർട്ടലിൽ ഈ ബില്ലും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ മാത്രമേ നമുക്കറിയാൻ പറ്റുകയുള്ളൂ എത്ര രൂപയാണ് നമ്മുടെ വാല്യൂ, അല്ലെങ്കിൽ ഏത് ഇൻവോയ്സ് ഇതിൻ്റെ എമൗണ്ട് എത്രയാണെന്നുള്ളത് കോൺട്രാക്ടേഴ്സിന് അറിയാൻ പറ്റുകയുള്ളൂ. അതാണ് നിങ്ങൾ ചോദിച്ച ചോദ്യവും. ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്താണ്, ഓരോ വർക്കുകളും കഴിയും തോറും നമ്മളൊരു RA ബില്ല് കറക്റ്റായിട്ട് കൊടുക്കുക. ഡിപ്പാർട്ട്മെൻറ്റ് അത് മെഷർ ചെയ്തിട്ട് എന്തെങ്കിലും ചെറിയ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും തരികയും അത് ആ പോർട്ടലിൽ അപ്ലോഡ് ചെയ്താൽ തീരാവുന്ന കാര്യമുള്ളൂ. ഇപ്പോൾ എൻ്റെ തന്നെ ഒരു അനുഭവം ഞാൻ പറയാം. എൻ്റെ ഒരു ക്ലയൻറ്റിന് ഈയിടെ ഒരു നോട്ടീസ് വന്നു. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസർമാർ ഓഡിറ്റ് വിസിറ്റിനെ സെലക്ട് ചെയ്തു. ഓഫീസർമാർ അവിടെ ചെന്ന് ഇൻസ്പെക്ഷൻ നടത്തി. എല്ലാം കഴിഞ്ഞതിന് ശേഷം കണ്ടുപിടിച്ചത് ഇന്ന വർക്ക് ഓർഡർ പ്രകാരം താങ്കളുടെ വർക്ക് 8 മാസം മുമ്പ് കഴിഞ്ഞു. അപ്പോൾ 8 മാസം മുമ്പ് തീർന്ന വർക്കിൻ്റെ GSTയുടെ ടാക്സും അതിൻ്റെ പലിശയും അന്ന് നിങ്ങൾ അടയ്ക്കാൻ ബാധ്യസ്ഥനാണ്. അന്ന് തുടങ്ങി ഇന്ന് വരെയുള്ള പലിശയും കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വല്ലാത്തൊരു ഇഷ്യൂ ആണ്. അതിന് പലിശ മാത്രമല്ല, പെനാൽറ്റിയും പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ പല ഷോ കോസ്റ്റ് നോട്ടീസുകൾ ഇപ്പോൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ വർക്കുകൾ ചെയ്യുമ്പോൾ കോൺട്രാക്ടേഴ്സ് വർക്ക് തീരുന്ന മുറയ്ക്ക് നിങ്ങൾ ഇൻവോയ്സ് റൈസ് ചെയ്ത് കൊടുക്കുക. ഓഫീസർമാർ അത് പ്രോസസ്സ് ചെയ്ത് ഫർദർ പേയ്മെൻറ്റ് വരുമ്പോൾ എന്തെങ്കിലും ആക്ച്വൽ മെഷർമെൻറ്റിൽ വ്യത്യാസമുണ്ടെങ്കിൽ അവർക്ക് ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും ഇട്ട് അത് റെക്ടിഫൈ ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇത് കേന്ദ്ര ഗവൺമെൻറ്റും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സും ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ ഒരു ചുരുക്കം എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് GSTയുടെ സിനാരിയോ അനുസരിച്ചുള്ള ഒരു അപ്ഡേഷൻ അവരുടെ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ പ്രകടമായിട്ട് കാണുന്നത്. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണെന്ന് ചോദിച്ചാൽ ടൈം ഓഫ് റെസിപ്റ്റ് ഓഫ് മണിയാണ് ബില്ല് ചെയ്യാനുള്ളൊരു മാനദണ്ഡം എന്നുള്ളത് തെറ്റാണ്. പണ്ട് വാറ്റിലും സർവീസ് ടാക്സിലും എല്ലാം കോൺട്രാക്ടേഴ്സ് ചെയ്തുകൊണ്ടിരുന്നൊരു പ്രവണതയാണ്. എപ്പോൾ ബാങ്കിൽ പൈസ വരുന്നോ ആ സമയത്താണ് ടേൺ ഓവർ ആവുന്നുള്ളൂ. ആ സമയത്താണ് സർവീസ് ടാക്സ് അടയ്ക്കുന്നതും വാറ്റ് അടയ്ക്കുന്നതും. ആ കാലമെല്ലാം മാറി. അതുപോലെ ക്യാഷ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഒന്നും ഇപ്പോൾ നിലവിലില്ല. ഇപ്പോൾ അക്രൂവൽ പ്രിൻസിപ്പിളിൽ വേണം. ഇപ്പോൾ അക്രൂവൽ ബേസിസിലാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യേണ്ടത്. ആ നിയമം 2013 തുടങ്ങി പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എമൗണ്ട് കയ്യിൽ കിട്ടുമ്പോൾ ബില്ല് അടിക്കുക എന്നുള്ളൊരു സംവിധാനം ഫ്യൂച്ചറിൽ പറ്റുകയില്ല. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇപ്പോൾ ഈ നടത്തി വരുന്നത് ഒരു തെറ്റായ പ്രവണതയുമാണ്. അതുകൊണ്ട് കോൺട്രാക്ടേഴ്സിന് നിങ്ങൾക്ക് തന്നെ ഇത് ടേക്കപ്പ് ചെയ്ത് ഗവൺമെൻറ്റിനെ അറിയിക്കാവുന്നതാണ്. ഈ രീതിയിലുള്ള അക്കൗണ്ടിങ്ങിൽ വരുന്ന ഡിലേ, ബില്ലിങ്ങിൽ വരുന്ന ഡിലേയും ഇതുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെൻറ്റ്സ് GST അതോറിറ്റീസ് നിങ്ങൾക്ക് നോട്ടീസുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ 7 മാസം മുമ്പ് ടാക്സ് അടയ്ക്കേണ്ടതായിരുന്നു, നമ്മൾ ടാക്സ് അടച്ചില്ല, അതിന് പലിശ പെനാൽറ്റി വേറെ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.